മൈദ അപ്പം ഉണ്ടാക്കാൻ മൈദ, സവാള, ഇഞ്ചി, തക്കാളി എടുക്കുക. എന്നിട്ട് മൈദയിലോട്ട് ഇടുക, കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ലൂസും പാടില്ല, ഒരുപാട് തിക്കും പാടില്ല. അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യുക. ഈ ഒരു കണ്ടൻസിൽ വേണം നമുക്കത് കിട്ടാൻ. അന്നേരമാണ് അതിന് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക്. പിന്നെ ചട്ടി ചൂടായെന്ന് നോക്കുക. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഏത് ഓയിലും ഉപയോഗിക്കാം. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് ഇങ്ങനെ തടവി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ബാറ്ററില്ലേ, അത് കൈ കൊണ്ട്, തവി ഉപയോഗിക്കരുത്, കൈ കൊണ്ട് കോരി അതിനകത്ത് ഇടുക. കൈ കൊണ്ട് കോരി ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് കോരി 2 വട്ടം കൈ കൊണ്ട് കോരി ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മൾ കൈ വെച്ച് തന്നെ നിരത്തി കൊടുക്കാം. നമ്മൾ കൈ പൊള്ളത്തൊന്നുമില്ല, നമ്മൾ മാവിലല്ലേ തൊടുന്നത്, അപ്പോൾ പൊള്ളത്തൊന്നുമില്ല. കൈ വെച്ച് ഇങ്ങനെ നിരത്തി നല്ല റൗണ്ട് ഷേപ്പ് ഒക്കെ ആക്കി കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, കൈ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ നമുക്ക്. എന്നിട്ട് 2 വശം നന്നായിട്ട് മുരിച്ച് എടുക്കേണ്ടതാണ്. അന്നേരം ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ, ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ കൂടി, സൺഫ്ലവർ ഓയിൽ കൂടി, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണ് അത് കുറച്ച് മുകളിൽ കൂടി ഒന്ന് തൂക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് സ്പൂൺ വെച്ച് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബ്രഷ് എടുക്കാനുള്ള മടിയാണ് സ്പൂൺ ഉപയോഗിച്ചൊന്ന് ചെയ്തു. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതാക്കി കൊടുക്കുക. നല്ല മുരിച്ചെടുക്കണം, നല്ല മൊരിയുന്ന രീതിക്ക് കിട്ടുന്നത്. അന്നേരം ഇനി ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടണം. ഇപ്പോൾ ഒന്ന് തിരിച്ചിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ മൊരിഞ്ഞ് കിട്ടും. ഇനി ആ വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. മൈദാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.